ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കനത്ത വ്യോമാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുതിയതായി പുറത്തു വരുന്നത്. കാണ്ഡഹാർ, പക്തിയ, കാബൂൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ കാണ്ഡഹാർ വിമാനത്താവളത്തിൽ അവിടുത്തെ ഒരു എണ്ണ ടാങ്കർ ബോംബിട്ട് നശിപ്പിച്ചു എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇതുവരെ പുറത്തു വരുന്ന വിവരം 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടവർ വൃദ്ധരും സ്ത്രീകളുമാണെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. ഇതോടെ ഈ സംഘർഷം ഈ മേഖലയിൽ വ്യാപിക്കുകയാണ്. നിരവധി പ്രദേശങ്ങളാണ് ഇതിനോടൊപ്പം ആക്രമിച്ചത്. പാകിസ്ഥാൻ പറയുന്നത് ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക് ഇപ്പോഴും തുടരുന്നു എന്നാണ്. ഈ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ അവരിട്ടിരിക്കുന്ന പേര് ഗസാബ് ലിൽ ഹക്ക് എന്നാണ്. അത് തുടരുകയാണ് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഞങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളെയും അവരുടെ താവളങ്ങളെ മാത്രമാണ് ആക്രമിക്കുന്നത്, സിവിലിയൻസിനോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആക്രമിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ താലിബാൻ പറയുന്നു എല്ലാ പരിധികളിൽ ലംഘിച്ചുകൊണ്ടാണ് അടിക്കടി ഈ വ്യോമാക്രമണം നടക്കുന്നത്, അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഈ മേഖലയാകെ സംഘർഷഭരിതമാണ്. ഇറാൻ അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. അതിനിടയിലാണ് പാകിസ്ഥാന്റെ ഈ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണം. ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇറാന് നൽകുന്ന സഹായത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാകാം. കാരണം ഈ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് മറ്റു രാജ്യങ്ങൾ ഉപയോഗിച്ച് ഇറാന് സഹായം നൽകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനുമായി ഇറാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിക്കടി വ്യോമാക്രമണം നടത്തുന്നത്. ഏതായാലും ഈ ഒരു വ്യോമാക്രമണത്തിന് കനത്തൊരു തിരിച്ചടി നൽകുമെന്ന് അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.